ഇത് നമുക്കിതാ ജസ്ന സലീം കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജസ്നയെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കണ്ണന്റെ ഫോട്ടോകൾ വരച്ചുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലടക്കം താരമായ ആളാണ് ജസ്ന. ജസ്ന ഇന്നത്തെ ദിവസം എല്ലാ വർഷവും വരാറുണ്ട്, ഈ ദിവസം അല്ലേ? വർഷവും വരാറുണ്ട്. അപ്പൊ മുടങ്ങാതെ ഈ വർഷവും വന്നതാണ്. ഇത്തവണ എന്താണ് കണ്ണനെ വരച്ച് ഞങ്ങളെ പ്രേക്ഷകർ കാണിക്കാമോ? കാണിക്കാം, ഒരു മിനിറ്റ്. ജസ്ന വരച്ച കണ്ണന്റെ ഫോട്ടോയാണ് ഈ വർഷം. എല്ലാ വർഷവും ഇങ്ങനെ ജസ്ന കൃഷ്ണന് ഫോട്ടോ സമർപ്പിക്കാറുണ്ടല്ലേ? എല്ലാ വർഷവും സമർപ്പിക്കാറുണ്ട്. നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ ഒരുപാട് തവണ കണ്ട് ആളുകൾക്ക് പരിചിതമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ഈ കൃഷ്ണചിത്രങ്ങൾ സമ്മാനിച്ച് അല്ലെങ്കിൽ ഈ കൃഷ്ണചിത്രങ്ങൾ വരച്ച് ഒരു ഉപജീവനം കഴിക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണനാണ് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളായിരുന്നു അല്ലെ? കഴിഞ്ഞ തവണ വന്നപ്പോ എന്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ ഒരു വർഷമായി ഇപ്പം എന്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്ന് കുറച്ച് വിഷയങ്ങളൊക്കെ ആയി. പക്ഷെ എന്നാൽ പോലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇനി ഗുരുവായൂർ ഈ നടപ്പന്തലിലേക്ക് കയറ്റിയിട്ടില്ലെങ്കിലും അവിടെ മഞ്ജുളാലിലെങ്കിലും കണ്ണനെ സമർപ്പിച്ച് ഞാൻ പോകും. കാരണം ഞാനൊരു മുസ്ലിം കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറുന്നതിൽ വിലക്കിടാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അഥവാ ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു വിലക്ക് വന്നാൽ മഞ്ജുളാലിന്റെ അടുത്തോളം നമുക്ക് ഏതൊരു ഭക്തനും പോവാമല്ലോ. അതേപോലെ അവിടം വരെ പോയിട്ട് ഫോട്ടോ സമർപ്പിക്കും ഞാൻ. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് ഒരു മനസ്സിലൊരു വികാര കാര്യം? അഷ്ടമി രോഹിണിയാണ്, കണ്ണന്റെ പിറന്നാളാണ്. ഇല്ല, ഇവിടെ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ മുഖത്ത് ഭയങ്കരമായ ഒരു സന്തോഷമാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, എപ്പോഴും ജസ്ന വരയ്ക്കുന്നത് കുഞ്ഞിക്കണ്ണനാണ്, ഉണ്ണിക്കണ്ണനാണ്. അപ്പൊ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ എങ്ങനെയാണ് ജസ്ന ആഘോഷമാക്കുന്നത്? ഞാനിവിടെ അമ്പലത്തിന്റെ മുമ്പിൽ എത്തിയ സമയത്ത് തന്നെ ആദ്യം കണ്ണനോട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യണ്ടുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറെ തുളസി പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കദളിക്കൊല വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കണ്ണന്റെ പിറന്നാളിനല്ലേ നമുക്ക്, അതും നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എടുത്തോണ്ട് വരിക വാങ്ങിക്കൊടുക്കും പോലെ അല്ലല്ലോ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്, ഭയങ്കര സന്തോഷം. എന്റെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ എങ്ങനെയാണോ എനിക്ക് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നേ ഈ കൃഷ്ണഭക്തർ എല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലൊരാൾ ഉണ്ണി പിറന്ന പോലെയാണ് ആഘോഷിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് 2 മക്കളാണുള്ളത്. ആ 2 മക്കളുടെ ജന്മദിനം എങ്ങനെയാണോ അത്രമേൽ സന്തോഷത്തിലാണ് ഞാൻ ഇന്നുള്ളത്. എന്തായാലും തൊഴാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ്. പുറത്തുനിന്ന് തൊഴാലോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ണൻ ഈ പരിസരത്ത് എവിടെയൊക്കെ ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ ഉള്ളിൽ കയറി കണ്ടിട്ടില്ലെങ്കിലും കണ്ണന് പുറത്തിറങ്ങി എന്നെ കാണുന്നുള്ളൊരു വിശ്വാസത്തില്, ആത്മവിശ്വാസത്തില് നിൽക്കുകയാണ്. അപ്പൊ കണ്ണനെ ഇവിടുന്നെങ്കിലും ഒരു നോക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇന്ന് എവിടെ നോക്കിയാലും കണ്ണനും ഗോപികമാരുമാണ്. ഇന്ന് എവിടെ നോക്കിയാലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവിടെ ഒരു കണ്ണനെ കണ്ടപ്പോ കണ്ണാന്ന് വിളിച്ചേ. ആരോ ഒരു കണ്ണന്റെ രൂപം കെട്ടിയതാ. ആ കെട്ടിയോലെയൊക്കെ നമ്മൾ ഇന്ന് കണ്ണനായിട്ട് തന്നെ കണക്കാക്കല. അതിന് ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും അതാണ് ജസ്ന പറയുന്നത്, അതാണ് സ്വന്തം വീട്ടിൽ മക്കളുടെ പിറന്നാൾ പോലെയാണ് തനിക്ക് ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ എന്നാണ് പറയുന്നത്. അതെ, പക്ഷെ ഭവ്യ കഴിഞ്ഞ തവണത്തെ ജസ്നയുടെ ഈ അഷ്ടമി രോഹിണി ദിവസത്തെ വരവ് വലിയ സംഭവ ബഹുലമായിരുന്നു. കാരണം ജസ്ന കേക്ക് മുറിക്കുന്നു, ഒപ്പം സമാന്തര വിഷുക്ക് അദ്ദേഹത്തിനെ കാണാൻ പ്രത്യേക അവിടെ ഒരുക്കി, വിഷുവിന് കണി ഒരുക്കി, അങ്ങനെയൊക്കെ വലിയ പ്രശ്നമുണ്ട്. അപ്പം ജസ്നയുടെ കുറെ റീലുകളൊക്കെ പുറത്തു വന്നപ്പം ഹൈക്കോടതി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടു. അതാണ് നമ്മളിവിടെ നോക്കുമ്പം റീൽസ് ചിത്രീകരണക്കാരെ ആരെയും കാണുന്നില്ല. ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തന്നെ റീൽസ് ചിത്രീകരിക്കുന്നത് നിരോധിച്ചത് ഈ ജസ്നയുടെ ഒരു കേക്ക് മുറിയും അതിന്റെ അനുബന്ധമായ കാര്യങ്ങളും വിഷുക്കണിയൊക്കെ. എന്തായാലും ഇതൊന്നുമില്ലാതെ, റീൽസ് ഒന്നുമില്ലാതെ കണ്ണന്റെ ചിത്രവുമായി ജസ്ന ഇപ്പം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഒരുപാട് പേരാണ് ഇന്ന് ഈ പുല സമർപ്പിക്കുക, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കുക, ഒപ്പം അങ്ങനെ ഈ തുളസിമാല അല്ലെങ്കിൽ തുളസി ഇല കൊണ്ടുവരിക എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആളുകൾ, ഭക്തർ അവരുടെ വഴിപാടായി ചെയ്യുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം ഈ ദമ്പതികളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു.